അനൂപ് ആന്റണി ബി.ജെ.പി നേതാവ് നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ അനൂപ്, ദേശീയ വനിതാ കമ്മീഷൻ സന്ദേശ് ഗാലി സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടുത്തെ സ്ഥിതിഗതികൾ അതീവ ഗൗരവമായി തുടരുകയാണ്. ഇരകളുടെ പരാതിയിൽ നടപടിയെടുക്കുമെന്നുമാണ് ചെയർപേഴ്സൺ രേഖാ ശർമ്മ ഇതിനകം വ്യക്തമാക്കിയതൊപ്പം വലിയ രീതിയിലുള്ള അതിക്രമം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ അതിക്രമം അത്രമേൽ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? അതെ, ഈ ദേശീയ വനിതാ കമ്മീഷൻ അവിടെ സന്ദർശിക്കുക മാത്രമല്ല, അതിൽ കൂടാതെ പല നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സന്ദേശ് കാലിയിൽ ഉണ്ടാവും. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല. ദൗർഭാഗ്യകരമാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വരുന്ന അവിടെ സ്ത്രീകളാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് നിരവധി ദിവസങ്ങളായിട്ട്. പല സമരങ്ങളും ഇവിടെ ഡൽഹിയിൽ നമുക്കറിയാം, പല വിദേശ ശക്തികൾ ഉൾപ്പെടെയുള്ളവർ സ്പോൺസർ ചെയ്യുന്ന സമരങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ആവേശം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ചില്ല. കാരണം ഈ വെസ്റ്റ് ബംഗാളിലെ ഈ നോർത്ത് 24 പരഗണ എന്ന് പറയുന്ന ജില്ലയിലെ സന്ദേശ് കാലി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ തലവൻ, നമ്മൾ പണ്ട് മുംബൈയിലെ ഈ അധോലോകം എന്നൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഗുണ്ടാ തലവൻ, അദ്ദേഹം അയാളൊരു TMCയുടെ നേതാവ് കൂടിയാണ്. അയാളും അയാളുടെ ഗുണ്ടകളും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവിടെ നടത്തി വരുന്ന അതിക്രമം, അത് ഈ ഇവിടുത്തെ മമതാ സർക്കാരിന്റെ ഒരു പിൻബലത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതിക്രമം അല്ല അയാൾ അവിടെ ചെയ്തു വരുന്നത്. അയാൾ ഒരു ഗുണ്ടയാണ്. അയാളുടെ കൂട്ടത്തിൽ നിരവധി ഗുണ്ടകളുണ്ട്. അവർ അവിടെയുള്ള സാധാരണക്കാരെ ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് എക്സ്റ്റോർട്ട് ചെയ്ത് പൈസ വാങ്ങിക്കും, കള്ളക്കടത്ത് നടത്തുന്നു, അവിടെയുള്ള ആളുകളുടെ സ്ഥലങ്ങൾ ബലമായി പിടിച്ചു വാങ്ങുന്നു. അതിനപ്പുറം സ്ത്രീകളെ, അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ എപ്പോ വേണമെങ്കിലും പിടിച്ചുകൊണ്ടുപോയി അവരെ മാനഭംഗം ചെയ്യാം, അവരെ റേപ്പ് ചെയ്യാം. തന്നെയാണ് പ്രധാനം. ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസ് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്രത്തോളം അതിക്രമം കാണിക്കുമ്പോഴും മുഖ്യമന്ത്രിയോ മറ്റോ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളോ ഇതിൽ ഒരു പരിഹാരം, ഒരു ഇടപെടൽ നടത്തുന്നില്ല. ഇത് അതിക്രമങ്ങൾ തുടരാൻ, അതിക്രമങ്ങൾ വർദ്ധിക്കാൻ ഇടവരുത്തുകയാണല്ലേ? ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ചെറിയ അതിക്രമമല്ല. ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ TMCയുടെ പൊതുപരിപാടികൾ, പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇവർ സ്ത്രീകളെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കും. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലൊക്കെ ഉള്ള ഈ കുടുംബശ്രീയിലുള്ള സ്ത്രീകളെയൊക്കെ നമ്മുടെ CPM വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ, ബലമായി വിളിച്ചുകൊണ്ട് പോകുന്നത് ഇവർ വിളിച്ചുകൊണ്ട് പോകും. ഏതെങ്കിലും സ്ത്രീ വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശസ്തമായ, അവിടെ കേൾക്കുന്ന ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഈ ഷാജഹാന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ നോട്ട് ബുക്കിൽ വരാത്ത സ്ത്രീയുടെ പേര് നോട്ട് ചെയ്യും. എന്നിട്ട് ആ സ്ത്രീയുടെ വീട്ടിൽ പോയി ആ സ്ത്രീയെ ബലമായി പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യും. എന്നിട്ട് അവരുടെ വീട്, അവരുടെ സ്ഥലം പിടിച്ചെടുക്കും. ഇത് അവിടുത്തെ വളരെ നൊട്ടോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ ഈ 2024 നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഒരു പൊളിറ്റിക്കൽ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ആ നോട്ട് ബുക്കിൽ പേരെഴുതിയിട്ട് കൃത്യമായി അവരുടെ വീട്ടിൽ പോയി ബലമായി പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഒരിടത്തും കാണത്തില്ല. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മമതയുടെ സർക്കാരാണ്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മമതാ ബാനർജിയുടെ പോലീസാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. അപ്പൊ ഇത്രയും വലിയ അതിക്രമം നടക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ED അവിടെ പോയി. കാരണം ഇയാള് ഇങ്ങനെ നിരവധി ആളുകളെ എക്സ്റ്റോർട്ട് ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത് അവിടുത്തെ മാഫിയ വഴി ഒത്തിരി പൈസ ഇയാളുടെ കയ്യിലുണ്ട്. ആ പൈസയുമായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED എന്നപ്പോൾ അവിടെ നടന്ന ആക്രമണത്തെ കുറിച്ച് നമുക്കറിയാം. ED ആക്രമിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. അതിനൊക്കെ ശേഷം അതെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പോലീസാണ്. അതിനൊക്കെ ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം അവിടെ ചെന്നപ്പോൾ, സുഗന്ധ മജുംദാർ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെയും ആക്രമിച്ചു. എന്നിട്ട് കൂടി പോലീസ് അതിനകത്ത് ഒരു നടപടിയും എടുക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന് പാർലമെന്റിന് മുമ്പിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതും പ്രിവിലേജ് കമ്മിറ്റി. താങ്കൾ പറഞ്ഞ പോലെ തന്നെ അവിശ്വസനീയമായ കാര്യങ്ങൾ. കാരണം ഈ ഒരു സമയത്ത് ഇവിടെ നടക്കുമോ എന്ന് പോലും നമ്മൾ ഞെട്ടലോടെ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഭരണത്തിന്റെ തണലിൽ, അധികാരത്തിന്റെ തണലിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടക്കുമ്പോഴും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും മമതാ സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള അക്രമികൾക്ക് ഒത്താശ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു ഷാജഹാനോ അല്ലെങ്കിൽ ഒരു സന്ദേശ് കാലി മാത്രമല്ല ബംഗാൾ, നിരവധിയുണ്ട്. എണ്ണി പറയാൻ പറ്റും. അത്രയേറെ ഗുണ്ടകളെയും അത്രയേറെ മാഫിയ തലവന്മാരെയുമാണ് മമതാ സർക്കാർ തീറ്റിപ്പോറ്റി വളർത്തി വരുന്നത്. ഇവരുടെ ഒറ്റ പിൻബലത്തിലാണ് ഇപ്പൊ BJPയുടെ പ്രവർത്തകർ ആരെങ്കിലും പ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി ആക്രമിക്കുക, അവരെ കൊല്ലുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തകന്റെ അമ്മയെ അവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള ഗുണ്ടകളെ വെച്ചാണ് മമത അവിടെ ഒരു ജംഗിൾ രാജ് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ എനിക്കിനകത്ത് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ വനിതാ കമ്മീഷൻ അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിരവധി ഏജൻസികൾ ഇനി അവിടെ ഇടപെടും. ആ സ്ത്രീകൾക്ക് ജസ്റ്റിസ്, അവർക്ക് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം ചെയ്യും. ഒന്ന്. രണ്ട്,
2 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ഉത്തർപ്രദേശിൽ ഇതുപോലെ ആത്തിഖ് അഹമ്മദ് പോലുള്ള നിരവധി ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, സമാജ്വാദി പാർട്ടിയുടെ തണലിൽ വളർന്നവര്. പക്ഷെ ഒരു മോദി യോഗി സർക്കാർ വന്നപ്പോൾ, ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നപ്പോൾ ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇതേ അവസ്ഥ ഈ ഷാജഹാനെ പോലുള്ള ഗുണ്ടകൾക്ക് 2 വർഷം കഴിഞ്ഞ് BJP സർക്കാർ അവിടെ അധികാരത്തിലേറുമ്പോൾ ഈ ഷാജഹാനൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇത് 2 വർഷത്തെ ഈ ഒരു നിഗളിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അധികാരവർഗം ഇതിൽ ഇടപെടുന്നില്ല, ഇത് കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ, പൊതുസമൂഹം കൃത്യമായ രീതിയിൽ ഇത് മനസ്സിലാക്കുകയും അവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു ജനവിധി എഴുതുകയും ചെയ്യുമല്ലേ? അതുകൊണ്ടാണല്ലോ അവിടെ സ്ത്രീകൾ അവിടെ ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു സമരം മിക്കവാറും ഇത് മമതയുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ സമരം ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രം നിൽക്കാതെ, സന്ദേശ് ഗാലിയിൽ മാത്രം നിൽക്കാതെ ഈ ബംഗാളിന്റെ പല ഭാഗത്തേക്കും പടരാൻ സാധ്യതയുണ്ട്. ബംഗാൾ മുഴുവൻ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ചില ഗുണ്ടകളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് ഈ ഷാജഹാനെ ഇപ്പൊ അവർ ഒളിവിലിരുത്തിയിരിക്കുന്നത്. ഈ ഷാജഹാൻ ഇപ്പോൾ ഒളിവിലാണ്. ഈ ഷാജഹാൻ ഒളിവിലിരുത്തിക്കുന്നത് മമതാ സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണ്. ഷാജഹാനെ അവർ സംരക്ഷിക്കുകയാണ്. പക്ഷെ ഈ സമരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർ പ്രതികരിക്കുന്നു. പണ്ടത്തെ പോലല്ല. ഈ ഗുണ്ടകൾക്കെതിരെ പുറത്തു വന്ന് അവർക്കെതിരെ സമരം ചെയ്യാൻ അവിടുത്തെ സ്ത്രീകൾ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു പ്രചോദനം നൽകുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും അതിനൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാവും, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകും. ഇനി വരുന്ന ദിവസങ്ങളിൽ മമതയുടെ ഈ പറയുന്ന ഗുണ്ടാ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മമതയുടെ ഗുണ്ടാ സർക്കാരിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾ തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യെസ്, വളരെ നന്ദി ശ്രീ അനൂപ് ആന്റണി, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.